അപ്പോൾ എന്നോടൊരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്നവരോടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി ദേ ഹാവ് ടു ബി ക്ലോസ് ടു വാട്ട് ഐ എം റൈറ്റിംഗ്. എന്താ പറയുക, അതിൻ്റെ ഒരു ഡിവൈസിനോടും നറേറ്റീവ് സ്റ്റൈലിനോടും ഒക്കെ. അപ്പോൾ എൻ്റെ ഫിലിംസിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുക എന്നുള്ളത് ഞാനും എൻ്റെ ഡയറക്ടറായിട്ടുള്ള ആ ബ്രിഡ്ജ് വളരെ സ്ട്രോങ് ആയിരിക്കും ഇരുന്നാൽ മാത്രമേ എൻ്റെ ടൈപ്പ് ഓഫ് ഫിലിംസ് നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടൂ സ്ക്രീനിൽ. അപ്പോൾ ഡയറക്ടറായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ്, ക്രിയേറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. അതാണ്. പൃഥ്വിരാജിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് സാർ ഈ ഷോർട്ട് ഡീറ്റെയിലിംഗ് അതൊന്നും പറഞ്ഞ സ്ക്രിപ്റ്റിൽ എഴുതുന്നില്ല. അത് പൃഥ്വിരാജിന്റെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് അങ്ങനെയാണ്. ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് രാജു ഉണ്ടാകും, പക്ഷേ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്. ഞാൻ എൻ്റെ പാരലൽ ലൈൻസിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതും. എൻ്റെ ഇപ്പം ഈ അടുത്ത കാലത്തും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ഒക്കെ എഴുതുമ്പോൾ ഈവൻ ഈ കമാന സംഭവം ടിയാൻ വരെ അതിൻ്റെ സൗണ്ടും അതിൻ്റെ ആർട്ടിൻ്റെ ഓരോ സാധനങ്ങൾ അവർ എഴുതുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അത് ലൂസിഫറിൽ എഴുതിയിട്ടുണ്ട്. രാജുവിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് രാജു അതിന് നന്നായിട്ട് ഫുൾ ബൈഹാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനൊരു സ്കില്ലുണ്ട്. മാത്രമല്ല എല്ലാ ഡൗട്ട്സും അതിനു മുമ്പ് ചോദിച്ച് തീർത്ത് വളരെ വ്യക്തമാക്കി സിനിമയെക്കുറിച്ചൊരു ഐഡിയ, വാട്ട് ഈസ് റിട്ടൺ ഓൺ ദ പേപ്പർ, വാട്ട് ഈസ് ദർ ഇൻ ദ വേർഡ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ വച്ചിട്ട് പുള്ളിയുടെ ഷോർട്ട് ഡിവിഷൻസിൽ ചെയ്യും. ഷോർട്ട് ഡിവിഷൻസ് ഓഫ് കോഴ്സ് ഡയറക്ടറിൻ്റെ പ്രൊറഗേറ്റീവ് ആണല്ലോ. അപ്പോൾ അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആണ് പൃഥ്വിരാജിനുള്ളത്. അപ്പോൾ പൃഥ്വിരാജിന് അങ്ങനെ അതുകൊണ്ടാണ് ഭയങ്കര സ്റ്റൂഡിയസ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കറാണ്. അതിന് കൊടുക്കുന്ന എഫേർട്ട് അത്രയ്ക്കുണ്ട്. എൻഹാൻസ്മെന്റിനെക്കാളും ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ലെയറിങ് മനസ്സിലാക്കുക. അത് ഒരു ഡയലോഗിന് പിന്നിലുള്ള തോട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദ ബ്രിഡ്ജ് ഇസ് ഫൈൻ, ഇറ്റ് ഇസ് റെഡി ഫോർ യൂസ്. ഇംപ്രവൈസ് ചെയ്യുന്ന പോസിറ്റീവ് ഇംപ്രവൈസേഷൻസ് ഉണ്ട്, ഭയങ്കര വീക്കൻ ചെയ്യുന്ന ഇംപ്രവൈസേഷൻസും വരും. കോൺഫ്ലിക്ട്സ് ഡെഫിനറ്റ്ലി. നമ്മൾ പ്രോക്സിമിറ്റി സ്ക്വാബിൾസ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ക്രിയേറ്റീവ് ഇതിൽ ഡയറക്ടറും റൈറ്ററും തമ്മിലുണ്ടാവും. പക്ഷേ അതിൻ്റെ താതാത്മ്യം ഉണ്ടാവും, അതിലൊരു യൂണിയൻ ഉണ്ടാവും. അതാണ് സിനിമയുടെ സക്സസ് ഉണ്ടാക്കുന്നത്. ആ രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സാണ് ഇവരെല്ലാവരും. എൻ്റെ ഫേവറേറ്റ് ഡയറക്ടേഴ്സാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരാളെ എടുത്തു പറയുന്നതല്ല. പക്ഷേ പൃഥ്വിരാജിന് ആ പറഞ്ഞ പോലെ ഒരു സ്റ്റൂഡിയസ് ആണ്, എക്സ്ട്രീംലി സ്റ്റൂഡിയസ് ആണ്. ഒരു സ്ക്രീൻ പ്ലേ സ്റ്റഡി ചെയ്യുക, അതിൻ്റെ പിന്നിൽ ഒരുപാട് എലിമെൻറ്റ്സ് ആണ് ഒരു റൈറ്റിങ്ങിൽ. ബീറ്റ്, ഹിസ്റ്ററി, സോഷ്യോളജിക്കൽ ലെയറിങ്, അങ്ങനെ ഒരുപാട് ലേയേഴ്സ് ഉണ്ടാവും ഒരു സ്ക്രീൻ പ്ലേയിൽ. അപ്പോൾ ഒരു ഡയലോഗോ ഒരു സീനോ എഴുതുന്നത് അല്ലെങ്കിൽ അത് പ്ലേസ് ചെയ്യുന്ന സ്ഥലവും എന്തുകൊണ്ടാണ് അവിടെ എഴുത്തുകാരൻ പ്ലേസ് ചെയ്തതെന്ന് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുകയും ആ സംശയത്തിന് അടിസ്ഥാനമാക്കി സിനിമയെ മനസ്സിലാക്കി ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി. സാങ്ക്ടിറ്റിയെക്കാളും കൂടുതൽ സ്ക്രിപ്റ്റ്, വൈ ഓഫ് ദ സ്ക്രിപ്റ്റ്. മാസ് എന്റർടൈനർ ആണോ ബ്ലോക്ക് ബസ്റ്റർ ആണോ ഉദ്ദേശിച്ചത്? അത് മാസ് എന്റർടൈനർ വിച്ച് ക്യാൻ ഓൾസോ ബി എ ബ്ലോക്ക് ബസ്റ്റർ. അത് ഒരിക്കലും അതിനുള്ള റെസിപ്പി ഉണ്ടായിട്ടില്ല. അത് എങ്ങനെ ഏത് സമയത്ത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാവും, ഒരു സിനിമ ഹിറ്റാവും അല്ലെങ്കിൽ ഒരു സിനിമ ഫെയിൽ ചെയ്യും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഒരു കാലത്ത് ഇറങ്ങിയ സമയത്ത് എൻ്റർടൈനിങ് അല്ല എന്ന് തോന്നിയ സിനിമകൾ കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് മാറുന്ന ഒരുപാട് അങ്ങനെ ഒരു ഫിനോമിനൻ ഉണ്ട്. ഒരുപാട് സിനിമയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാലത്താണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ആ സിനിമ കുറച്ചുകൂടി സക്സസ് ആവുമായിരുന്നു. അല്ലെങ്കിൽ ഒരു സമയത്ത് ഇറങ്ങിയ സിനിമ അയ്യോ അത് അത്രയ്ക്ക് ഇല്ലല്ലോ, അത് ഫെയിൽ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുന്ന സിനിമകൾ അല്ല പിന്നൊരു സമയത്ത് അത് അത്രയ്ക്കില്ലായിരുന്നു എന്ന് പറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊരു റെസിപ്പി ഇല്ല. You just have to be sincere to your thought and you just have to see to it that the thought gets translated onto the screen with as much sincerity with which it was written. അതൊരു ജനറിക് ക്വസ്റ്റ്യൻ ആണ്, സ്പെസിഫിക്. എസ്പെഷ്യലി ഹൗ എന്താ പറയുക കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ ഇപ്പോൾ പല ജോണൽ ലിറ്ററസി അതല്ലാതെ എല്ലാ സിനിമകളും ഒരു പൊളിറ്റിക്കൽ ലെൻസിലൂടെ അതായത് ക്രാഫ്റ്റിനെ കുറിച്ച് പറയുന്നതിന് പകരം ഇത് കൂടുതൽ
പൊളിറ്റിക്കൽ റീഡിങ്? അതുണ്ട്, ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ട്, ഇപ്പോഴത്തെ റിവ്യൂയിങ്ങിലുണ്ട് അത്. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, സിനിമ വ്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിവ്യൂ ചെയ്യണം ചെയ്യുന്നത്. ബിഫോർ യു വ്യൂ എ ഫിലിം യു സ്റ്റാർട്ട് റിവ്യൂയിങ് എ ഫിലിം. അതാണ് ഇപ്പോഴത്തെ കുഴപ്പം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 minutes കഴിയുമ്പോൾ തന്നെ ഒരു ജഡ്ജ്മെൻ്റലായിട്ടുള്ള ഒരു വ്യൂയിങ് നമുക്ക് റിവ്യൂയിങ് തന്നെ വായിക്കാൻ പറ്റും. ആ ഒരു ജഡ്ജ്മെൻ്റലായിട്ട് തുടങ്ങി എന്നുള്ളത്, തുടങ്ങിയത് തന്നെ ജഡ്ജ്മെൻ്റലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ബോദർ ചെയ്യാൻ പറ്റില്ല. ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നമ്മളതിനെ ബോദർ ചെയ്തിട്ട് എഴുതാൻ പറ്റില്ല. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ റിവ്യൂ വരുന്നത്. അതാണ് ഒരുപാട് അടുത്ത പ്രശ്നം. ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മറ്റേ ഒരു ബ്ലഡ്ജൻ ചെയ്യുന്ന സമയമാണ്. ആർട്ട് ഇറ്റ് സെൽഫ് ഈസ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഇറ്റ് സെൽഫ് ഈസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരാളിനെ കാണിച്ചാൽ ആ ആൾ പറയുന്നത് റൈറ്റർ പറയുന്നതായിട്ട് തെറ്റിദ്ധരിച്ച് റിവ്യൂ എഴുതുക, എന്നിട്ട് പറയും റൈറ്റർ അതാണ് ഉദ്ദേശിച്ചത്. അത് ആ ക്യാരക്ടറല്ലേ ഉദ്ദേശിച്ചത്. എക്സാക്ട്ലി. അപ്പോൾ അത് നമ്മൾ അത് ഒരു റിവ്യൂയിങ്ങിൻ്റെ ഒരു ഫോളാണ് അത് ശരിക്കും. അപ്പോൾ അതിൽ പക്ഷേ ഞാൻ ബോധമല്ല. ഞാൻ എഴുതുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നത് തന്നെയാണ് എഴുതുന്നത്. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് പുറത്ത് വന്നതിന് ശേഷമല്ല, ഇപ്പോൾ സെൻസറിങ്, പിന്നെ പൊളിറ്റിക്കൽ ഒരു ബാക്ക്ലാഷ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ആ ഇൻഡസ്ട്രി തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. സിനിമയെ വരാൻ സമ്മതിക്കാതിരിക്കുക, സിനിമ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ഭയങ്കര പ്രകടനങ്ങളുണ്ടാവുക, അതിനെ ബാൻ ചെയ്യാനുള്ള ശ്രമം, കോൾ ഫോർ ബാൻ, സില്ലിയസ്റ്റ് പോസിബിൾ റീസൺ സൈറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു കാലത്താണ് എല്ലാ ഇതിനും ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ക്രിയേറ്റീവ് സ്ഫിയറിൽ ഭയങ്കര പ്രോബ്ലമാണ്. എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ കാണാനുള്ളൊരു മനസ്സില്ല എന്നുള്ളത് പോട്ടെ, പക്ഷേ അതിനെ അങ്ങോട്ട് എതിർത്ത് പുള്ളിക്കൊരു ജീവഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഡെമോക്രസിയിൽ, പിന്നെ നമ്മൾ പറയുന്നൊരു ഫെയിൽ ഡെമോക്രസി ഇൻ ദ സെൻസ് ഒരു അങ്ങനെ ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. അതെ തമിഴ് സിനിമകളിലും തമിഴ് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ടോട്ടൽ ഒരു ചേഞ്ചിന്റെ കൂടെ ഭാഗമല്ലേ, അതായത് ഒരു ഇൻടോളറൻസ് വർദ്ധിച്ചു വരുന്നു. ഇൻടോളറൻസിന് കൂടുതൽ അവന്യൂസ് കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പണ്ടും ഇൻടോളറൻസ് ഇല്ല, പെട്ടെന്ന് സഡനായിട്ട് ഇൻടോളറൻസ് വരില്ല. സത്യത്തിൽ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കാരണം യു ഹാവ് എൻ അവന്യൂ. നമ്മുടെ മുമ്പിൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ, നമ്മുടെ ഫേസ്ബുക്കിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇതിൻ്റെ അവന്യൂ ഉണ്ട്. ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻടോളറൻസ് കാണിക്കാനുണ്ട്. അപ്പോൾ ഇറ്റ് ഹാസ് കം ടു ദ ഫോർ നൗ. അതാണ്, ഇറ്റ് വാസ് ഓൾവേസ് ദെയർ, ബട്ട് അതെ. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ചാൽ എഴുതാൻ പറ്റില്ല. പേന മൂവിയില്ല. നമ്മൾ ഇത് ഏതൊക്കെ ഇതിൽ എത്രയും പേരെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിനോട്, നമ്മുടെ ക്രാഫ്റ്റിനോട് ചെയ്യുന്ന ഒരു ഭയങ്കര വലിയൊരു ചതിയാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം അപ്പോഴുള്ള ആൾക്കാരുടെ ഒരു നോഡിന് വേണ്ടി if you try to tone down your writing, or if you abstain from writing what you feel, then that is wrong. The reviews in the adipasana നേരത്തെ പറഞ്ഞ കാര്യം ഓൺലൈൻ മീഡിയ എവരിബഡി ഈസ് എ റിവ്യൂവർ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ കാണുന്നു? ഈസ് ഇറ്റ് ബിക്കമിങ് മോർ ടോക്സിക്? അങ്ങനെ ഒരു ടോക്സിക് ആണ് അത്. പക്ഷേ അതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. നമുക്കതിനെ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. റിവ്യൂവേഴ്സിന് അഗൻസ്റ്റ് ആയിട്ടൊന്നും നമുക്ക് സംസാരിക്കാൻ. പക്ഷേ റിവ്യൂയിങ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ട് റിവ്യൂവിൽ. ഈവൻ ബിഫോർ യു അണ്ടർസ്റ്റാൻഡ് ഓർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എ ഫിലിം, യു സ്റ്റാർട്ട് റൈറ്റിംഗ് അബൌട്ട് ദ ഫിലിം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരുപാട് സംഭവം എന്ന് പറഞ്ഞാൽ ഈ റിവ്യൂവേഴ്സിന് തന്നെ തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യം, ഇതിൻ്റെ ഒരു ഡിന്നൻ ബസ്സിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു മൊമെൻറ്റിൽ ചിലപ്പോൾ ഈ നേരത്തെ റിവ്യൂ ചെയ്ത സിനിമ തന്നെ രണ്ടാമത് കാണുമ്പോൾ അതല്ല എന്ന് തോന്നും. കാരണം ആ കറക്റ്റ് വ്യൂയിങ് അപ്പോൾ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ വി ആർ ആസ്ഡ് ടു റൈറ്റ് സംതിങ്, അതിൽ നമുക്ക് പെട്ടെന്ന് ആദ്യം റിവ്യൂ ചെയ്ത ആൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ന്യൂവൻസിങ് കിട്ടാതെ ഒരുപാട് റിവ്യൂവേഴ്സ് പിന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നോട്. അയ്യോ അത് അങ്ങനെ ആയിരുന്നല്ലേ ഉദ്ദേശം. അപ്പോൾ ഞാൻ അന്നും അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൻ്റെ ഇൻസെപ്ഷൻ സമയത്ത്. അത് കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല അതുണ്ടെന്ന്. ഇപ്പോൾ ആൾക്കാർക്ക് അത് പതുക്കെ മടുത്തു തുടങ്ങുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം അതെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നമ്മുടെ രാത്രി ഭയങ്കര സൈലൻ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുമല്ലോ.
പക്ഷെ രാത്രി ഭയങ്കര നോയ്സിയാണ്. ക്രിക്കറ്റ്സ് ഭയങ്കര നോയ്സാണ്. അവരുടെ ശരിക്കും ഡെസിബൽ കൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാക്കുന്നുണ്ട് ക്രിക്കറ്റ്സ്. പക്ഷേ കാലക്രമേണ നമ്മുടെ സൈലൻസിൻ്റെ പാർട്ടായി മാറി. നമ്മൾ ശാന്തമായ രാത്രി എന്ന് പറയും. ശരിക്കും ചീവീട് ഭയങ്കര നോയ്സ് ഉണ്ടാകുന്ന രാത്രിയായിരിക്കും. പക്ഷേ ചീവീഡ് ഹാസ് ബിക്കം പാർട്ട് ഓഫ് അവർ സൈലൻസ് ബിക്കോസ് അത് അങ്ങനത്തെ നോയ്സ് ഉണ്ടാക്കുന്നുണ്ടാണ്. അതുകൊണ്ട് അങ്ങനൊരു ഫിനോമിനൽ സോഷ്യൽ മീഡിയയിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ സ്ലോലി ഈ അതിൻ്റെ നോയ്സായി ഇങ്ങനെ മാറുന്നു. ആളുകൾക്ക് തന്നെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഈ കണ്ടിന്യൂസ്ലി സ്ക്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരിക്കൽ തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്തൊരു സാധനമാണ് ഈ തമ്പ് ഡ്രൈവ് എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ അടുത്ത റീൽ. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ സൈക്കിനെ ഇങ്ങനെ അഫക്റ്റ് ചെയ്യും. നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഇടാൻ തോന്നും. ആ തോന്നൽ ഒരു കളക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇല്ല. എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സിനിമയെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിരിക്കണം ആ സിനിമ എവിടെ നിന്നാണ് വരുന്നത്. അതിന് കുറച്ച് റീഡിങ് അപ്പ് ആവശ്യമുണ്ട് ഒരു സിനിമയെ റിവ്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനകത്തൊരു ഫിലിമിൽ ലിറ്ററസി എന്ന് പറയുന്ന സാധനം അതൊരു ഭയങ്കര നീഡായിട്ടോ അങ്ങനെയുള്ള ഇല്ലയെന്ന് പറഞ്ഞ ആളുകളെ പുച്ഛിക്കാനോ ഞാൻ റെഡിയല്ല. പക്ഷേ ഒരു സിനിമയെ മനസ്സിലാക്കണമെങ്കിൽ അതിന് ഒരുപാട് അതിനെക്കുറിച്ചുള്ള അത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം അതിനു മുമ്പ്. വ്യൂവേഴ്സിന് അത് ആവശ്യമില്ല. വ്യൂവേഴ്സിന് നമ്മുടെ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, ഓക്കെയാണ്. പക്ഷേ റിവ്യൂവേഴ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് റിവ്യൂ ചെയ്യുന്ന സാധനത്തിനോട്. അപ്പോൾ അവർ ഈ സിനിമയുടെ ഒറിജിൻസിനെ കുറിച്ചും ഇതിൻ്റെ എവല്യൂഷനെ കുറിച്ചും ആ തീം എങ്ങനെയാണ് വന്നതിനെ കുറിച്ചും അവർ മീഡിയേറ്റേഴ്സായിട്ട് നിൽക്കുകയാണല്ലോ റിവ്യൂവേഴ്സ്. അപ്പോൾ ദേ ഹാവ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്തായാലും ഒരു ഭയങ്കര ടങ് ഇൻ ചീക്ക് ആവുക മാത്രമല്ല റിവ്യൂവിങ്. ദർ ഇസ് സംതിങ് മോർ ദാൻ ദാറ്റ്. അത് വാല്യൂ അഡീഷൻ ആവണം. ക്രിട്ടിസൈസ് ചെയ്യണം അതൊന്നിനെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല. അതിനുള്ള റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. വ്യൂവേഴ്സ് ക്യാൻ സേ എനിത്തിങ് ബട്ട് റിവ്യൂവർ ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് തിങ് എന്നുള്ളതാണ്.